ഭർത്താവിന്റെ പെട്ടെന്നുള്ള വിയോഗമുണ്ടാക്കിയ അടങ്ങാത്ത ദുഃഖത്തിലും ഉറച്ച ശബ്ദത്തിൽ പ്രസന്നയുടെ ഭാര്യ മീന പറയുന്നു, എന്റെ മകൻ പോകും പട്ടാളത്തിലേക്ക്, അവന്റെ അച്ഛന്റെ ജോലി പൂർത്തിയാക്കാൻ. പ്രസന്ന സാഹുവിനെ കുറിച്ച് മാത്രമാണ് ഒഡീഷയിലെ ജഗത്സിംഗ്പൂർ ജില്ലയിലെ ശിഖർ ഗ്രാമവാസികൾ ഇപ്പോൾ സംസാരിക്കുന്നത്. പുൽവാമയിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട നമ്മുടെ സൈനികരിൽ ഒരാളാണ് അദ്ദേഹം. പ്രസന്നയുടെ ഭാര്യ മീനയുടെ വാക്കുകൾ ഇന്ത്യയിലെ എല്ലാ ജനതകൾക്കും ഊർജം പകരുന്നതാണ്. CRPF 61 ബറ്റാലിയനിൽ ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്നു 48-കാരനായ പ്രസന്ന. പ്രസന്നയ്ക്കും ഭാര്യ മീനയ്ക്കും 2 കുട്ടികളാണ്. 16-കാരൻ ജഗനും 18-കാരി റോണിയും. 1995-ലാണ് പ്രസന്ന CRPFിൽ ചേരുന്നത്. കണ്ണുനീർ ചൂടുന്നില്ല മീനയ്ക്ക്. അവർക്ക് ചുറ്റുമിരുന്ന് പരിചയക്കാരും ബന്ധുക്കളുമായ സ്ത്രീകൾ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് എന്തോ ഓർമ്മ വന്ന പോലെ കൈകൾ ഉയർത്തി മകനോടായി അവൾ പറഞ്ഞു, ജഗൻ, നീ പോകും CRPFിലേക്ക്, എന്റെ ഭർത്താവിന്റെ ജോലി പൂർത്തിയാക്കാൻ. ഗവൺമെന്റ് ഒരു മിന്നലാക്രമണം നടത്തണം, കുറഞ്ഞത് 420 ഭീകരരെങ്കിലും കൊല്ലണം. +2 വിദ്യാർത്ഥിയായ ജഗന് സങ്കടം അടക്കാനാകുന്നില്ല. എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രം കാണുന്ന ആളായിരുന്നു പ്രസന്ന എന്നാണ് അയൽവാസികൾ പറയുന്നത്. പ്രസന്ന ഒരിക്കലും ദേഷ്യപ്പെടുന്നത് കണ്ടിട്ടേയില്ല. നവംബറിലാണ് അവസാനമായി നാട്ടിൽ വന്നു പോയത്. കഴിഞ്ഞ വർഷമാണ് പ്രസന്നയുടെ വീട് പണി തുടങ്ങിയത്. ഈ വർഷം അത് പൂർത്തിയാക്കണമെന്ന് കരുതിയതാണ്. അതിനു മുൻപ് അവൻ പോയി എന്ന് ദുഃഖത്തോടെ വിതുമ്പുകയാണ് സഹോദരൻ. അതേസമയം തിരിച്ചടി നൽകാൻ ഇന്ത്യ തയ്യാറെടുത്തു കഴിഞ്ഞു. ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ 40 CRPF ജവാന്മാരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന് അതേ നാണയത്തിൽ തിരിച്ചടി നൽകാൻ ഇന്ത്യ സർവ്വസന്നാഹങ്ങളും ഒരുക്കി തയ്യാറെടുത്തു കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി രാജ്യത്തെ ഉന്നതാന്വേഷണ ഏജൻസികളായ റോ, ഇന്റലിജൻസ് ബ്യൂറോ എന്നിവരുടെ തലവന്മാരുമായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, ആഭ്യന്തര സെക്രട്ടറി എന്നിവരുമായി ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ചർച്ച നടത്തി. പുൽവാമ ഭീകരാക്രമണത്തിൽ പാക്ഷിനാഥിന്റെ പങ്കെനെ കുറിച്ച് നിർണായക തെളിവുകൾ രാജ്നാഥ് സിംഗിന് കൈമാറിയതായാണ് സൂചന. പാകിസ്ഥാനെതിരായ നീക്കത്തിൽ ലോകത്തിന്റെ ഏറ്റവും ശക്തമായ രഹസ്യാന്വേഷണ ഏജൻസിയായ ഇസ്രയേലിന്റെ മൊസാദിന്റെയും അമേരിക്കയുടെ CIA-യുടെയും സഹകരണം ഇന്ത്യ ഉറപ്പാക്കിയിട്ടുണ്ട്. ഇവരുടെ സഹായത്തോടെ ഭീകരതാവളങ്ങൾ ഇന്ത്യ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ കണ്ടുപിടിച്ചതായാണ് സൂചനകൾ. എപ്പോൾ എങ്ങനെ ആക്രമണം നടത്തണം എന്നുള്ളത് 3 കരസേനാ മേധാവികളും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചേർന്ന് തീരുമാനിക്കും. ആക്രമണത്തിന്റെ സൂചന നൽകി സൈനികരോട് അവധിയെല്ലാം റദ്ദാക്കി മടങ്ങാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം പാകിസ്ഥാനും മുൻകരുതൽ നടപടികൾ സ്വീകരിച്ച് സൈന്യത്തെ സജ്ജമാക്കിയതായാണ് റിപ്പോർട്ട്. ഇന്ത്യയുടെ തിരിച്ചടിയെ ചെറുക്കാൻ പാക് സൈന്യത്തെ ചൈന സഹായിക്കാനിറങ്ങിയാൽ റഷ്യ ഇടപെടും എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. കശ്മീർ ഭീകരാക്രമണത്തിന് നേതൃത്വം കൊടുത്ത മസൂദ് അസ്ഹറിനെ സംരക്ഷിക്കുന്ന നിലപാട് ചൈന സ്വീകരിക്കുന്നത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അവരുടെ പ്രതിച്ഛായയ്ക്ക് ഇതിനകം മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. അതേസമയം ഇന്ത്യയുടെ ആയുധ പ്രഹരശേഷിയുടെ കരുത്ത് കാട്ടി പൊഖ്രാനിൽ വ്യോമസേനയുടെ അഭ്യാസ പ്രകടനവും നടന്നു. വായുശക്തി എന്ന പേരിലാണ് ഇന്ത്യൻ വ്യോമസേനയുടെ അഭ്യാസ പ്രകടനം നടന്നത്. യുദ്ധ സാഹചര്യങ്ങളിൽ ശത്രുവിന് എത്രത്തോളം കനത്ത പ്രഹരം നൽകാൻ സാധിക്കും എന്ന പ്രഖ്യാപനമായാണ് വ്യോമസേന പ്രകടനത്തെ കാണുന്നത്. MiG-21, MiG-29, MiG-27, സുഖോയ് 13, MKI മിറാഷ് 2000, തേജസ്, ഹോക്ക്, MK-132, ജാഗ്വാർ എന്നീ യുദ്ധവിമാനങ്ങൾ, C-130J സൂപ്പർ ഹെർക്കുലിസ് എന്ന ചരക്കു നീക്കത്തിന് ഉപയോഗിക്കുന്ന വിമാനം എന്നിവയാണ് വ്യോമസേന പ്രകടനത്തിലുള്ളത്. ഇതിനു പുറമെ Mi-17V5, Mi-35 പമ്പൻ വ്യോമാഭ്യാസ പ്രകടനമാണ് പോഖ്രാനിൽ നടക്കുന്നത്. 3 വർഷത്തിൽ ഒരിക്കലാണ് ഇത്തരത്തിൽ സമ്പൂർണ്ണ ആയുധങ്ങളുമായുള്ള വ്യോമസേനയുടെ അഭ്യാസം നടക്കുന്നത്. വ്യോമസേനാ മേധാവിയും കരസേനാ മേധാവിയും അഭ്യാസ പ്രകടനങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യുദ്ധകാലത്ത് ഏതു വലിയ ശത്രുപാളയങ്ങളും ഞൊടിയിടയിൽ തകർക്കാൻ കഴിയുന്ന അത്യാധുനിക ഡ്രോണുകൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ലഭിക്കുന്നുണ്ട്. ആക്രമണത്തിന് മുൻപ് നിരീക്ഷണം നടത്താൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോ ഒപ്റ്റിക്കൽ സെൻസറുകൾ ഘടിപ്പിച്ച ഡ്രോണുകളാണ് ഇന്ത്യക്ക് ഇപ്പോഴുള്ളത്. ഇവയുടെ കൂട്ടത്തിലേക്കാണ് ആക്രമണ ശേഷിയുള്ള ഡ്രോണുകൾ എത്തുന്നത്. അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ അമേരിക്കൻ സൈന്യം ഉപയോഗിക്കുന്നതിന് സമാനമായ ഡ്രോണുകളാണിത്. എത്ര വലിയ ശത്രുകേന്ദ്രങ്ങളും തകർക്കാൻ ഇവയ്ക്ക് കഴിയും എന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രായേലിൽ നിന്നാണ് പുതിയ ഡ്രോണുകൾ എത്തുന്നത്. അതേസമയം പുൽവാമ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ വെറുതെ വിടില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എത്ര ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും അവർ ശിക്ഷ അനുഭവിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മഹാരാഷ്ട്രയിലെ യവാൻമയിൽ നടക്കുന്ന റാലിക്കിടെയായിരുന്നു അദ്ദേഹം ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത്. ആക്രമണം നടത്തിയവർക്കെതിരെ തിരിച്ചടിക്കാൻ സൈനികർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. പുൽവാമയിൽ ആക്രമണം നടത്തിയവരുടെ വിധി ഇന്ത്യൻ സൈന്യം തീരുമാനിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജവാന്മാരുടെ വീരമൃത്യു വെറുതെയായില്ല എന്നും ജനങ്ങളുടെ വികാരം മനസ്സിലാക്കുന്നുവെന്നും മോദി പറഞ്ഞു. ആഭ്യന്തര സുരക്ഷയ്ക്ക് തന്നെയാണ് പ്രാധാന്യം നൽകുന്നത്. തന്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ തൃപ്തരാണോ എന്നും അദ്ദേഹം ജനങ്ങളോട് ചോദിച്ചു.
പുൽവാമയിലെ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാകിസ്ഥാൻ പാപ്പരത്തിലാണെങ്കിലും തീവ്രവാദത്തിന്റെ കാര്യത്തിലും രണ്ടാം സ്ഥാനത്താണെന്നും മോദി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.